അത് പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണ്. സുഹൃതം ചെയ്ത ഒരു സത്യവിശ്വാസിയുടെ പേരാണ് ശൈഖുന ശംസുൽ ഉലമ എന്നുള്ളത്. അദ്ദേഹം ചെയ്ത സുഹൃതം അറിവ് പകർന്നു കൊടുത്തു എന്ന് മാത്രമല്ല, അനേകം ആളുകൾക്ക് തന്റെ അറിവിന്റെ നിറകിടം പകർന്നു കൊടുത്തു എന്ന് മാത്രമല്ല, ഒരു മഹാപ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവന്ന് ഈ നാട്ടിലുള്ള മുസ്ലിം ഉമ്മത്തിനെ അഭിമാനബോധമുള്ള ഒരു ജനസഞ്ചയമാക്കി മാറ്റിയെടുത്തതിൽ ശൈഖുന ശംസുൽ ഉലമ വഹിച്ച പങ്ക് ചെറുതല്ല. 40 ആണ്ട് എന്ന് പറയുന്നത് ചെറിയ കാലമല്ല. 4 പതിറ്റാണ്ടെന്ന് പറയുന്നത് കുറഞ്ഞ കാലയളവല്ല. 40 കൊല്ലം തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗമാണ്. ആ സിംഹഭാഗവും മഹാനായ ശൈഖുന ശംസുൽ ഉലമ ചെലവഴിച്ചത് ഒരു മഹാപ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ആ പ്രസ്ഥാനം 100 ആണ്ട് തികക്കാൻ കൃത്യമായി 1 മാസം ബാക്കിയുള്ളപ്പോഴാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയത്. യാദൃച്ഛികമായിരിക്കാം. അങ്ങ് കുണിയയിൽ, കാസർഗോഡ് കുണിയയിൽ മനോഹരമായ പന്തലൊരുങ്ങുകയാണ്. മനോഹരമായ മൈതാനം നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ധനാഢ്യനായ ഇബ്രാഹിം ഹാജി എന്ന് പറയുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമ സമ്പത്തിന്റെ വലിയൊരു വിഹിതം ചെലവഴിക്കുകയാണ്. അടുത്ത ഫെബ്രുവരി, അടുത്ത മാസം 8-ാം തീയതിയോടുകൂടെ, കൃത്യമായി പറഞ്ഞാൽ 1 മാസം പൂർത്തിയാകുമ്പോ മലയാളക്കരയിൽ ഒരു മഹാസംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. 100 ആണ്ട് പൂർത്തിയാക്കുന്ന മഹാപ്രസ്ഥാനത്തിന്റെ 100 ആണ്ട് തികയുന്നതിന്റെ വിളംബരം പ്രഖ്യാപിക്കുന്ന മഹാസംഗമം. എത്ര ലക്ഷങ്ങൾ അവിടെ എത്തിപ്പെടും എന്ന് കണക്ക് കൊണ്ട് ഇപ്പോൾ തന്നെ തീർക്കാൻ ആർക്കും കഴിയില്ല. അതിനുള്ള ഒരുക്കം നടത്തുകയാണ്. ആ മഹാപ്രസ്ഥാനത്തിന്റെ 100 ആണ്ട് തികയാൻ 1 മാസം ബാക്കിയുള്ളപ്പോ അതിന്റെ ആഘോഷത്തിന് വേണ്ടി നാളുകളെണ്ണി വിശ്വാസി സമൂഹം കാത്തുകൊണ്ടിരിക്കുമ്പോ ആ മഹാപ്രസ്ഥാനത്തെ വാനോളം ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച പണ്ഡിത കുടുംബത്തിലെ മഹാഗുരുവിന്റെ നാമധേയത്തിലുള്ള ഒരു സ്ഥാപനം അതിന്റെ 10-ാം വാർഷികം ആഘോഷിക്കുന്നത് യാദൃച്ഛികമായിരിക്കാം. എന്നാൽ അതിലും തിര ആകർഷികമായ, യാദൃച്ഛികമെന്ന് പറയുമ്പോൾ തന്നെ അതിലും ചില ആത്മീയമായ കൂടിച്ചേരലുകൾ ഉണ്ട്.